ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇടവകയായിട്ട് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടി ഇടവ മിഷൻ്റെ നേതൃത്വത്തിൽ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് നമ്മുടെ പ്രത്യാശ എന്താണെന്ന് ഒരുമിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ആ പ്രത്യാശയാണ് അമ്മാമ്മയുടെ വേർപാടിൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്, കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് അവരെ ഓർപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം, 27-ഉം 28-ഉം വാക്യങ്ങൾ. അതാ വേണ്ടി അത് തന്നെ വായിച്ചു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും പ്രാർത്ഥിക്കാം. ന്യായവിധി നാൾ വരുന്നിതാ, പ്രിയൻ വരാൻ കാലമായല്ലോ. ലോകത്തിൽ നശിച്ചു പോകുന്ന രക്ഷിച്ചിടണമേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലഭൻ, യേശുവേ നീ വല്ലഭൻ. ലോകത്തിൽ നശിച്ചു പോകുന്ന നീ രക്ഷിച്ചിടണേ. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചു. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ഗോഡ്. ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു 2 കാര്യങ്ങൾ. ഒന്ന്, മരണം. അതിനെ തടയാനായിട്ട് ഇതുവരെ ഒരു കണ്ടുപിടുത്തങ്ങൾക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. എന്നാൽ ആധുനിക ശാസ്ത്രം അതിന് ഒരു പരിധിവരെ ജയിച്ച് ലൈഫിൻ്റെ സ്പാൻ കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടു പോകത്തക്കവണ്ണമുള്ള ചില സംവിധാനങ്ങളൊക്കെ യന്ത്രങ്ങളുടെ സഹായത്തോടൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ജീവിക്കാം എന്ന പ്രതീക്ഷയും ശാസ്ത്രം നൽകുന്നുണ്ട്, നാനോ ടെക്നോളജിസ്റ്റ്. ഇപ്പോൾ അവർ പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗം ക്രയോണിക്സ് രീതിയിലൂടെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചാൽ ടെക്നോളജി അതിൻ്റെ പൂർണ്ണ അവസ്ഥ പ്രാപിക്കുമ്പോൾ ഒരിക്കൽ കൂടെ എന്നെപ്പോലൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റും ആ അവശിഷ്ടത്തിൽ നിന്ന്. അതുകൊണ്ട് ഇത് വിശ്വസിച്ച് ലോകത്തിലെ ധനാഢ്യന്മാരായിരിക്കുന്ന ആളുകൾ തങ്ങളുടെ ശരീരം മുഴുവനായും ഭാഗികമായും ഫ്രീസ് ചെയ്ത് നൈട്രജൻ ലായനി ഡിപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് അവരുടെ വില്ലിനകത്ത് എല്ലാ മാസവും ഏകദേശം $15,000 വീതം കൊടുക്കണം. ഇതിൻ്റെ ഈ പ്രിസർവേഷൻ്റെ പ്രക്രിയകളൊക്കെ നടത്തി അത് കേടുകൂടാതെ വെക്കാൻ വേണ്ടി അത് അവരുടെ വിൽപത്രത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ലോകത്ത് ജീവിക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവജനം പറഞ്ഞു തന്നെ ഒരിക്കൽ മരണം, പിന്നൊന്നും പറ്റത്തില്ല. ഇംഗ്ലണ്ടിലെ ചില ശാസ്ത്രജ്ഞന്മാർ കൃത്രിമ ജീവൻ വരെ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. തല മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ ഏകദേശം 90% വിജയിച്ചു. മറിയാമ്മയുടെ തല ചാക്കോച്ചൻ്റെ തലയിലോട്ട് കെട്ടി ഒട്ടിക്കും, അതിന് ഒക്കെയുള്ള ശസ്ത്രക്രിയ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആരുടെ ശരീരമാണ് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള പരിപാടികൾ ഞാൻ ശാസ്ത്രലോകത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഞാൻ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. ഈ ശാസ്ത്രം കണ്ടുപിടിച്ച മനുഷ്യൻ ഒരു പരിധി വരെ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവദിനം പറയുന്നു ഒരിക്കൽ മരിക്കുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ പറഞ്ഞത്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയ. നമുക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യം ഇത് കേൾക്കാൻ. എന്ത് ന്യായവിധി? പിന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു വാക്കുകൂടുണ്ട്, അടുത്ത കാലത്തും കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ്. 234 പ്രാവശ്യം പുതിയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. യേശുദമ്പുരാൻ ലോകത്തിലെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കേൾക്കാൻ പേടിയാ. എന്നറിയോ? നരകം.
234 പ്രാവശ്യമുണ്ട്. യേശു തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലേക്ക് ഓഫ് ഫയർ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കേൾക്കണ്ട. ഒരു പണ്ടത്തെ ഉപദേശമാരൊക്കെ പ്രസംഗിക്കുമായിരുന്നു, ശക്തമായിട്ട് പ്രസംഗിക്കുമായിരുന്നു, ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. ന്യായവിധിയെക്കുറിച്ച് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ നെറ്റി അങ്ങ് ചുളിയും. വേദപുസ്തകത്തിലെ സുന്ദരമായിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ന്യായവിധി. 412 പ്രാവശ്യമാണ് ന്യായവിധിയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞു. 285 പ്രാവശ്യമുണ്ട് പഴയ നിയമത്തിൽ, 117 പ്രാവശ്യം, 127 പ്രാവശ്യം പുതിയ നിയമത്തിലും. എന്തിനെക്കുറിച്ചാണ്? ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ട്. ചെറിയ വിഷയമാണോ? പഠിക്കേണ്ട വിഷയമാണ്. എന്താണ് ആഫ്റ്റർ, മരണത്തിന് ശേഷം? കർത്താവ് നല്ല ശക്തമായി വ്യക്തമായി പഠിപ്പിച്ചു. ഈ പുസ്തകം ശക്തമായി പഠിപ്പിക്കുന്നതാണ് ന്യായവിധിയെക്കുറിച്ച്. അതുകൊണ്ട് അതിൻ്റെ ചില പ്രത്യേക കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാൻ നമുക്ക് അറിയാം. വേദപുസ്തകത്തിൽ കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തോണം ഞാനതൊന്ന് അടുക്കും ചിട്ടയുമായിട്ട് കൊണ്ടുവന്ന് എൻ്റെ സഹോദരങ്ങളോട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കാം. ഞാനൊരു എൻസൈക്ലോപീഡിയ ഒന്നുമല്ല, ഒരു തികഞ്ഞ പണ്ഡിതനും ഒന്നുമല്ല. എനിക്ക് ലഭിച്ച അറിവിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് എനിക്ക് അപൂർണമായ അറിവാണ് വേദപുസ്തകത്തെക്കുറിച്ചുള്ളത്. എനിക്കൊരു 50 വർഷത്തിൽ കൂടുതൽ വേദപുസ്തകത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ ശരിയായിട്ട് വായിക്കാൻ തുടങ്ങിയിട്ട് 50 കൊല്ലം. പണ്ട് പോലും വായിക്കുമായിരുന്നു, ശരിയായി വായിക്കാൻ തുടങ്ങിയിട്ട് 50 കൊല്ലം ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ബൈബിൾ സ്കൂളിൽ വന്ന ശേഷം മുതലാണ്, 75 മുതലാണ് ഇതിങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് വായിക്കാൻ ഇടയായി. ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന യുവനസഖ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു, സാറിനൊക്കെ അറിയാം. യുവനസഖ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പ്രസംഗിച്ചിട്ടുമുണ്ട്. സൺഡേ സ്കൂളിൽ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികൾക്കും ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വേദപുസ്തകത്തെക്കുറിച്ച് എനിക്ക് അറിവും പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ ജോയിൻ ചെയ്തപ്പോൾ, 75 ജോയിൻ ചെയ്തപ്പോൾ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് വായിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായി. എങ്ങനെ വേദപുസ്തകം വായിക്കണമെന്ന് 2 കൊല്ലം കൊണ്ട് പഠിപ്പിച്ചു. അല്ലാതെ പ്രസംഗം ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ല. എങ്ങനെ, ഹൗ ടു റീഡ് ദ ബൈബിൾ, ഇതായിരുന്നു 2 വർഷത്തെ ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഞങ്ങളുടെ കോഴ്സിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നീട് പ്രസംഗമൊക്കെ ദൈവാത്മാവിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ചിന്തകൾ ഒരുമിച്ച് കോർത്തിണക്കി ധ്യാനപൂർവ്വം ക്രമീകരിക്കുന്നതാണ്. അപ്രകാരം ദൈവം എനിക്ക് തന്ന എൻലൈറ്റൻമെൻ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇനിയും നമുക്ക് ഒരു സങ്കീർത്തനത്തിലെ ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഇതിൻ്റെ പ്രസക്തി കുറച്ചുകൂടെ ഭംഗിയായിട്ട് മനസ്സിലാകും. 96-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. ആരാണ് അവൻ? അവൻ എന്ന് പറഞ്ഞ ആരാ? പണ്ട് ഈ പഴയ പുതിയ നിയമങ്ങളിൽ ക്രിസ്തുവിനെ പരാമർശിക്കുന്ന വേദഭാഗത്തെക്കുറിച്ച് യേശു ലോകത്തിലായിരുന്നപ്പോൾ പഠിപ്പിച്ച റെഫറൻസ് ഒന്നിലധികം പ്രാവശ്യം ഞാൻ നമ്മുടെ പള്ളിയിൽ വായിപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ മനോഹരമായിരിക്കുന്ന വിധത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എവിടെയൊക്കെ പരാമർശിച്ചിരിക്കുന്നുള്ളത് യേശു തന്നെ പറഞ്ഞിരിക്കുന്നത്, മറ്റാരും പറഞ്ഞതല്ല, ഒരപ്പോസ്തലനും പറഞ്ഞതല്ല. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന് 44. പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും, ശ്രദ്ധിച്ചേക്കണം, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ മതി. എവിടെ എഴുതിയിട്ടുണ്ട് എന്നെ കുറിച്ച്? ഇപ്പൊ വായിച്ചതാ. നിങ്ങൾ ഉറങ്ങുകയാണ്, ഞാൻ പ്രസംഗം നിർത്തും. 1 മോശയുടെ 2 പഞ്ചഗ്രന്ഥങ്ങൾ, പിന്നെ പ്രവാചക പുസ്തകങ്ങൾ, പിന്നെ സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ചുണ്ടോ? അതാ ഇപ്പൊ വായിച്ചേ. എന്താ വരുന്നത്? നമ്മുടെ ദൈവം വരുന്നു. 90-ാം സങ്കീർത്തനം 11-ാം വാക്യം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. എന്തിനു വരുന്നു? ഭൂമിയെ വിധിപ്പാൻ വരുന്നു. എല്ലോ മനസ്സിലായോ? ഭൂമിയെ വിധിക്കാൻ വരുന്നു, ഭൂവാസികളെ അല്ല. ശ്രദ്ധിച്ചേക്കണം, ഭൂമിയെ വിധിക്കാൻ വരുന്നു. ആര്? കർത്താവ്. വൈ? എന്തുകൊണ്ട്?
ഭൂമിക്ക് ന്യായവിധിയുണ്ടോ? ഭൂമിക്ക് വിധിയുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ ഭൂമി എന്തുകൊണ്ട് വിധിക്കപ്പെടാൻ പോന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. മതി. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭൂമി ശപിക്കപ്പെട്ടു. ആ ശാപമുക്തി ലഭിക്കുന്നതിനാണ് ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്നത്. അപ്പൊ നിങ്ങളുടെ നോട്ടം കണ്ട ഈ ഭൂമി എങ്ങനെ ഓട്ടോമാറ്റിക്കലി മലിനമാകുന്നേ, ശിക്ഷിക്കപ്പെടുന്നത് എന്നൊരു തോന്നുവരും. അതിന് ഞാൻ വേദോസിന്റെ വാക്യങ്ങളെ വായിപ്പിക്കുന്നുള്ളൂ. എൻ്റെതായ വാക്കുകളൊന്നും വരുന്നില്ല, വേദോസിന്റെ വാക്യങ്ങളാണ്. എല്ലാം ഈ നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുന്നവരാണ്, മനസ്സിലാക്കാനാണ്. യെശയ്യാ പ്രവചനം 24-ാം അധ്യായം 5-ാം വാക്യം. ഭൂമി എങ്ങനെയാണ് ശാപിക്കപ്പെട്ടത്? ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കും. വിഷയം കിട്ടിയോ? ഭൂമി എങ്ങനെയാ ശപിക്കപ്പെട്ടെ? അതിലെ നിവാസികളാൽ മലിനമാക്കിയിരിക്കുന്നു. അതിന്റെ റീസൺ എന്താണെന്നറിയാമോ? ഭൂമി അതിലെ നിവാസികളാൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനത്തിനൊരു വാക്യമുണ്ട്, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. വായിച്ചിട്ടുണ്ടോ എവിടെങ്കിലും? 104-ാം സങ്കീർത്തനാണെന്ന് എൻ്റെ ഓർമ്മ. ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം ഈ ഭൂമിയുടെ അധികാരം ആർക്ക് കൊടുത്തു? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറഞ്ഞു, അടക്കി വാഴുവീൻ, ഭൂമിയെ അടക്കി വാഴുവീൻ, ലെറ്റ് ഡൊമൈൻ എന്ന് പറഞ്ഞ് ഭൂമിയുടെ അതോറിറ്റി അവർക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? മനുഷ്യർക്ക് തന്നു. എന്നിട്ട് ആ മനുഷ്യൻ മൂലമാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഭൂമി മലിനമായി. അപ്പൊ ഭൂമി ആര് നിമിത്തം മലിനമായി? മനുഷ്യൻ മൂലം മലിനമായി. ആ മനുഷ്യൻ മൂലം മലിനമായ ഭൂമി, മനുഷ്യൻ മൂലം മലിനമായ ഭൂമി മനുഷ്യന്റെ വീണ്ടെടുപ്പിലൂടെ അല്ലാതെ ശാപമുക്തി പ്രാപിക്കില്ല. അതിനാണ് അവൻ വരുന്നത്. ആര് വരുന്നത്? ലോകത്തിലുള്ള വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തെ തന്നോടുകൂടെ ചേർക്കുന്നതിനാണല്ലോ കർത്താവ് വരുന്നത്. കർത്താവ് വരുമ്പോൾ ഈ ഭൂമിക്കും വീണ്ടെടുപ്പ് ലഭിക്കും. റോമാലേഖനം 8-ാം അധ്യായം, ഇതൊക്കെ വേദത്തിലുള്ള കാര്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 18 വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നു വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഈറ്റുനോടിയിരിക്കുന്നു. എന്തിനാ? ഈ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനായി, ഈ സൃഷ്ടി ശാപമുക്തി നേടാൻ വേണ്ടി. ആര് മൂലമാണോ ഭൂമി ശപിക്കപ്പെട്ടത്, അവരുടെ ശാപമുക്തി ലഭിക്കുമ്പോൾ മാത്രമേ ഏത് സൃഷ്ടിക്ക് പോലും എന്തുണ്ടാവുള്ളൂ? വീണ്ടെടുപ്പ് ഉണ്ടാവുകയുള്ളൂ. ഈ മരങ്ങളൊന്നും ഇങ്ങനായിരിക്കേണ്ട മരങ്ങളല്ല. ഭൂമി മനുഷ്യൻ മൂലം ശപിക്കപ്പെട്ടതിനല്ല ഇങ്ങനായത്. മുള്ളും പറക്കാരും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ശപിക്കപ്പെട്ട ഭൂമിയായി കഴിഞ്ഞപ്പോൾ മുള്ളും പറക്കാരും ഇവിടെ ഉണ്ടായി. ഈ കാണുന്ന ഈവിൾ ഫോഴ്സസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചതിന് ഫലമായി ജീവിതവൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ദൈവത്തെ തുടച്ചു മാറ്റി തലസ്ഥാനത്ത് ദൈവമായി തന്നെ പ്രതിഷ്ഠിച്ചപ്പോൾ സംഭവിച്ചതാണ് ഈ കാണുന്ന പ്രകൃതിയിലെ എല്ലാ താള വ്യത്യാസങ്ങളും. അത് മോചനം നേടണമെന്നെങ്കിൽ എന്ത് വേണം? ഈ സൃഷ്ടിക്കൊരു വീണ്ടെടുപ്പുണ്ടാകണം. ഈ സൃഷ്ടി കർത്താവ് വരുമ്പോൾ ഈ സൃഷ്ടികളായിരിക്കും നമുക്ക് വീണ്ടെടുപ്പുണ്ടാകും. അതോടെ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് വീണ്ടെടുപ്പുണ്ടാകും, ഈ ഭൂമിക്കും വീണ്ടെടുപ്പുണ്ടാകും. ഈ മനുഷ്യൻ മൂലമാണ് ഈ ശാപം ഉണ്ടായതെന്ന് വായിച്ചില്ലേ? എവിടെ വായിച്ച്? യെശയ്യാ പ്രവചനം 24-ാം അധ്യായം ഇത്രയും വാക്യം വായിച്ചു. ഇപ്പൊ ഇവിടെ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. ഓർമ്മയുണ്ടോ?
അഞ്ചാം വാക്യം എന്തോ വായിച്ചേ? ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കും. അടുത്തത്, അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ. അതെന്താ ഇച്ചിരി പ്രയാസം? അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ചു നിത്യ നിയമത്തിന് ഭംഗം വരുത്തി. ചട്ടങ്ങളെ മറിച്ചു, ദൈവം വെച്ച പ്രമാണത്തെ ആകെ തകിടം മറിച്ചിട്ട് നിത്യ നിയമത്തിന് ഭംഗം വരുത്തി. ഇത് ഇന്ന് കാണുന്ന സമൂഹത്തിലെ മലീമസമായ പ്രവർത്തികൾ ദൂരവേ ഉണ്ടാകുമെന്ന് ദൈവാത്മാവിന് ബോധ്യമുള്ളതിനാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെയും മരണത്തെയും കുറിച്ച് പ്രവചിച്ച പ്രവാചകനെ കൊണ്ട് തിരുസഭയുടെ കാലത്ത് ലോകത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തി. യേശു കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് പോലും പറഞ്ഞ ആളാണ് ഇദ്ദേഹം. എവിടെ ജനിക്കും, ആരിൽ കൂടെ ജനിക്കും, അദ്ദേഹം എങ്ങനെ വളരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രവചിച്ചൊരു പ്രവാചകനാണ് യെശയ്യാവ്. ആ യെശയ്യാവ് തന്നെ പറഞ്ഞു, ഇവിടെ നിത്യ നിയമത്തിന് ഭംഗം വരും. അല്ലോ, മനസ്സിലായോ? ഇല്ല. നിത്യ നിയമം എന്താ? നിത്യ നിയമം സൃഷ്ടിയുടെ ആരംഭത്തിൽ സ്വർഗത്തിലെ ദൈവം സ്ത്രീയും പുരുഷനും സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനെ സൃഷ്ടിച്ചിട്ട് രണ്ടായിരുന്ന വ്യക്തിത്വത്തെ ഏകമാക്കി തീർത്തു. സ്ത്രീ പുരുഷനും ഒരുമിച്ച് ചേർന്ന മനുഷ്യനായിരുന്നു ആദ്യം. ആ സ്ത്രീ പുരുഷൻ സംയോജ ഏകത്വത്തെ, ആളത്വത്തെ ദ്വൈത ഭാവങ്ങളാക്കി മാറ്റിയിട്ട് അവരെ രണ്ടുപേരെയും കൂടെ വീണ്ടും ഒരുമിച്ച് ചേർത്തിട്ട് ഈ പ്രപഞ്ചത്തെ ദൈവോദ്ദേശത്തിനൊത്ത് രൂപപ്പെടുത്തി എടുക്കാനുള്ള അധികാരം നൽകി ലോകത്തിലേക്ക് അവരെ അയച്ചു. അത്ര ശക്തിയാണ് സ്ത്രീയും പുരുഷനും ചേർന്ന കുടുംബം. ഏക വ്യക്തിത്വത്തെ ദ്വൈതഭാവങ്ങളാക്കിയിട്ട് ദ്വൈതഭാവത്തെ വീണ്ടും ഒരുമിപ്പിച്ചു. അത്ര ശക്തിയാണ്. ഒരുമിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ജീവിച്ചോളാം പറഞ്ഞു. പക്ഷേ കാലാന്തരത്തിൽ എന്ത് ചെയ്തു? ദൈവം വെച്ച സ്ത്രീ പുരുഷ ബന്ധമെന്ന ഏറ്റവും സുന്ദരമായിരിക്കുന്ന ബന്ധത്തെ വികലമാക്കി. ഇതിന്റെ അവിടെ പറഞ്ഞിരിക്കുന്നത് ചട്ടങ്ങളെ ലംഘിച്ചു, കൽപ്പനകളെ അവർ മറിച്ചു കളഞ്ഞു. എന്ത്? സ്ത്രീയുടെ കല്യാണം കഴിക്കാം, പുരുഷനും പുരുഷനും കൂടെ കല്യാണം കഴിക്കാം. വേദോസ്തന്റെ പ്രമാണം അല്ല. ഇത് തന്നെയായിരുന്നു സൊദോമിലും ഗൊമോറയിലും സംഭവിച്ചത്. അത് വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവിക്കുന്നതിന് മുൻപ് യെശയ്യാ പ്രവാചകൻ ഈ കാലഘട്ടത്തെ കുറിച്ച് രേഖപ്പെടുത്തി. അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ പട്ടക്കാരാകാമെന്ന്. അതിലേക്കാണ് നമ്മുടെ പോക്കെന്ന് അറിയാൻ വയ്യ. കഴിഞ്ഞ ദിവസം ആരാണ് ഇങ്ങനെ പറയുന്നത് കേട്ട് ആണെന്ന്. എനിക്കങ്ങനെ വിചാരമൊന്നുമില്ല. അത് ഞങ്ങളൊക്കെ ഉള്ള കാര്യം സമ്മതിക്കത്തുമില്ല. സമ്മതിക്കൂ? ഈ മൽപ്പാനൊന്നും സമ്മതിക്കത്തില്ല. ആയുസുള്ള കാലത്തൊന്നും സമ്മതിക്കത്തില്ല. ഏതവങ്ങളുടെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ജീവൻ കൊടുത്തും വിലയ്ക്ക് വാങ്ങിക്കും. അത് എതിർക്കും. നിത്യ നിയമങ്ങൾക്ക് ഭംഗം വരുത്തി. അതാ ഭൂമി അതിന് ഫലം തരത്തില്ല. ഭൂമി ശാപമായി തീർന്നു. അതുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടാൻ സ്വർഗത്തിലെ ദൈവം ന്യായവിധിക്കായി വരുന്നു എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇനിയും ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. 9-ാം സങ്കീർത്തനത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. 9-ാം സങ്കീർത്തനം 7-ാം വാക്യം എടുത്തോ. എന്ത് പറഞ്ഞ്? അപ്പൊ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന വാക്യം കണ്ടോ? ന്യായവിധിക്കായി അങ്ങനെ ഉണ്ടോ? അപ്പൊ ന്യായവിധി ഉണ്ടോ? സിംഹാസനം ഉണ്ടോ? നമ്മളൊക്കെ പറയാം അവരുടെ ന്യായത്തിന്റെ മുമ്പാകെ വെളിപ്പെടണം എന്ന് പറയുമ്പോൾ നമുക്കാർക്കും പിടിക്കപ്പെട്ടില്ല. എഴുതി വെച്ചിരിക്കുന്നു, ന്യായവിധിക്കായി അവൻ സിംഹാസനം. ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടി, സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവരും അങ്ങോട്ടങ്ങ് പോകും, സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പോകുന്നത് നമുക്ക് ഇഷ്ടം. ഒരു റെഫറൻസ്, ഒരു വാക്യം വായിച്ചു, 3 പോയിന്റ് 2 കഥ, സ്തോത്രം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത ആഴ്ച ഈ പുള്ളിയെ തന്നെ കേൾക്കണം. നമുക്ക് സന്തോഷം, ഒരു ദുഃഖവുമില്ലല്ലോ, നമ്മളെ ഹർട്ട് ചെയ്യത്തില്ലല്ലോ. നമ്മളെ ഹർട്ട് ചെയ്യാതിരിക്കുന്ന പ്രസംഗമാണ് ഇഷ്ടം നമുക്ക്. ന്യായവിധിക്കായിട്ട് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ന്യായവിധിക്കായിട്ട് ദൈവം തമ്പുരാൻ ചിലരെ ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. സാറേ, സങ്കീർത്തനത്തിന്റെ തന്നെ ന്യായവിധിക്കായിട്ട്
അവൻ ചില ആളുകളെ ഒരുക്കി വെച്ചു, ചില മുഖാന്തരങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. 50-ാം സങ്കീർത്തനം 3ഉം 4ഉം വാക്യങ്ങൾ. ഇന്ന് വാക്യം വായി ചൂപ്പാട് വരും. എന്നാ വച്ചമ്മേ നെല്ല് അത് പറഞ്ഞിട്ട് പോകും. ആരെ ന്യായം വിധിക്കേണ്ടതിന്? ആരാ തന്റെ ജനം എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ട് താഴെ 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ അവരാണ് എന്റെ ജനം. അവർക്ക് എന്തോ ഉണ്ട്? സെക്രട്ടറി സെക്രട്ടറിക്ക് ന്യായവിധിയുണ്ട്, ഉപദേശിക്ക് ന്യായവിധിയുണ്ട്, അച്ഛന്മാർക്ക് ന്യായമുണ്ട്, ബിഷപ്പുമാർക്ക് ന്യായവിധി ഉണ്ടെന്ന്. ടീച്ചറെ ന്യായവിധിയുണ്ട്. ഗേറ്റിന് കാശ് കൊടുത്തോണ്ടൊന്നും പഠിക്കാൻ നടക്കത്തില്ല. അതുകൊണ്ടല്ലേ എന്നെ ഇഷ്ടപ്പെടാത്തതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. സെക്രട്ടറിമാർ രണ്ടുപേരോട് പറയാ, നിങ്ങൾ സെക്രട്ടറി ആണെന്ന് ന്യായവിധി ഒഴിയത്തൊന്നുമില്ല. സെക്രട്ടറി സാറേ നടക്കത്തില്ല. ഉപദേശി എന്നോട് 4 പ്രസംഗം ചെയ്തുകൊണ്ടൊന്നും നീ ന്യായവിധി ഒഴിയത്തില്ല സാറേ. ഞാൻ എന്നെ നിർത്തി പൊരിക്കും. കാരണം എനിക്ക് അറിഞ്ഞ പരിജ്ഞാനത്തോട് ഞാൻ വിശ്വസ്തത പുറത്തുനിന്നോട് അവിടെ നോക്കുന്നേ. എന്റെ അത്രയും സാർ അറിഞ്ഞിട്ടില്ല. എന്റെ ന്യായവിധി അല്ല സാറിന്. ഞാൻ എന്തുമാത്രം പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോ അതിനനുസരിച്ചാണ് എന്നെ ന്യായവിധിക്കുന്നത്. വളരെ സൂക്ഷിക്കണം. ബി കെയർഫുൾ. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഈ സഭയിലെ ഓരോ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഓർത്തോണം, നിനക്ക് അർഹമില്ലെങ്കിൽ ചെയ്യരുത്. രക്ഷിക്കപ്പെടാത്ത ഒരുത്തനും ഒരു പദവിയിലും വരരുത്. സത്യമാണ് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ തലമുറയ്ക്ക് പോലും ശാപമായിരിക്കും അത്. ഇത് മത്സരത്തിന്റെ വഴിയല്ല, ദൈവത്തിന്റെ വേലയാണ്. ഞാൻ സ്വയം തെരഞ്ഞെടുത്തതല്ല ഉദ്ദേശിപ്പണി. എന്നെ കൊണ്ട് പറ്റുകരുത്. എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞതാ എനിക്കിത് പറ്റത്തില്ല എന്ന്. എസ്റ്റേറ്റ് പണിക്ക് പോയതാ. അവിടുന്ന് വിളിച്ചേർന്ന് കൊണ്ടുവന്ന് അച്ഛനാക്കാൻ വേണ്ടി എത്ര പേരാണെന്നറിയോ എന്നോട് പറഞ്ഞു. AC കുര്യൻ അച്ഛൻ ആദ്യം പറഞ്ഞത്. വികാരി ജനറൽ KT ജയിക്ക് അച്ഛൻ. അങ്ങനെ ഒത്തിരി അച്ഛന്മാർ പറഞ്ഞു, അച്ഛ പഠിക്കണം 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 പഠിക്കണം. ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് ക്ലാസ്സുമാണ് എനിക്ക് ഇവിടുത്തെ കൊമ്പാടിയിലെ. എൻ്റെ കൂടെ പഠിച്ച 2 അച്ഛന്മാർ അവിടെ ചോദിച്ചാൽ പറഞ്ഞു തരും. അന്നേരം ഞാൻ പറഞ്ഞു എനിക്കെന്നെ വിളിയില്ല, എനിക്കെന്നെ വിളിയില്ല. ബിഷപ്പാകാനും ക്ഷണം കിട്ടി, അതിനും വിളിയില്ല. എന്നെ വിളിച്ചത് സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ്. പിന്നെ 1-2 പ്രാവശ്യം എൻ്റെ മനസ്സിൽ തോന്നി ഈ അച്ഛന്മാരുടെ ഒക്കെ ഒരു തെള്ളല് കണ്ടപ്പോൾ ഇരുത്തിക്കൊണ്ട് പറയുന്നത് എനിക്ക് മടിയൊന്നുമില്ല. ഇവരെ അല്ല, ചില അച്ഛന്മാരുടെ അന്നേരം തോന്നിയിട്ടുണ്ട്. കണ്ടത്തരമായി പോയല്ലോ. ഒറ്റ പ്രാവശ്യം തോന്നിയുള്ളൂ, പിന്നെ തോന്നിയിട്ടില്ല. ന്യായം വിധിക്കും, ന്യായം വിധിക്കും സാറേ. ഞങ്ങളെല്ലാം ന്യായം വിധിക്കുമെന്ന്. തന്റെ നല്ല വച്ചം വായിച്ചേ, തന്റെ ജനത്തെ. ഇനി അടുത്ത് എന്നാന്നറിയാം, അതാ രസം. തന്റെ ജനം എന്താ ഞാൻ വെച്ചതുകൊണ്ട് സമയം തീർന്നിട്ടൊന്നുമില്ല. 1 മണിക്കൂറായിരുന്നു പ്രസംഗം. 1 മണിക്ക് തുടങ്ങി. അതെ, അവൻ പറഞ്ഞാൽ അറിയാം. 1 മണിക്കൂറാ പ്രസംഗം. തന്റെ ജനത്തെ ന്യായം വിധിക്കും. ഇനി ന്യായവിധിക്ക് ദൈവം വിളിക്കുന്ന ആരെയാ? നല്ല ബിഷപ്പുമാരെല്ലാം കൂടി വിളിക്കുമോ? ഇങ്ങോട്ട് വാ, അവിടെ ഇരിക്കും, എത്രാൻ അവിടെ ഇരിക്കും എന്നിട്ട് ഞാൻ ഇരിക്കുന്നു. അവനോ ശ്രദ്ധിച്ച് വചനം വായിക്കേ. അല്ലല്ല, അത് കഴിഞ്ഞു. യാഗം കഴിച്ച അവരാ നല്ല ജനം, അവരെയാ ന്യായം വിധിക്കുന്നു. ആകാശത്തെയും എല്ലാരും ഉണർന്നട്ടെ ആയിരിക്കെ ആകാശം അവന്റെ നീതിയെ പോഷിക്കും. എന്താ വായിക്കുന്നത്? എത്രാമത്തെ വാക്യം വായിക്കുന്നത്? ഞാൻ 3-ാമത്തെ വാക്യം വായിക്കാനല്ലേ പറഞ്ഞേ. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. അടുത്തത് തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന്. തന്റെ ജനമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേത് വായിപ്പിച്ചത്. തന്റെ ജനം ആരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ 5-ാം വാക്യം വായിച്ചേ. 4 ഇതിൽ പൂർണ്ണമായിട്ടില്ല. മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും ആര്? വല്ലതും മനസ്സിലായോ എന്താണ്? ഇല്ല. നമ്മുടെ എല്ലാ ഏടാകൂടങ്ങളും എല്ലാ കുണ്ടാവണ്ടികളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? ഈ 2 ആകാശത്തിലും ആകാശം എഴുതി വെച്ചിട്ടുണ്ട്.
ഉണ്ട്. സാറ് കുറച്ചാൽ ഇവിടെങ്ങും ഇല്ലായിരുന്നല്ലോ, രണ്ടുപേരും കൂടെ അങ്ങോട്ട് പഠിപ്പിക്കാൻ അവിടെ അങ്ങോട്ടൊക്കെ പോയിരിക്കും. അതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആധുനിക ശാസ്ത്രമാണ് ഇപ്പോഴത് കണ്ടുപിടിച്ച് ലോകത്തിന് പുറത്ത് തന്നിരിക്കുന്നത്. വേദവസ്തുവിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതിലും അത് സത്യമാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു. ആകാശത്തെ അല്ലെങ്കിൽ ഭൂമിയെ മൂടാൻ ദൈവം 4-5 ലെയർ ഉള്ള പുതപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭൂമിക്ക് ലെയറായിട്ട് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് 5 ലേയേഴ്സ് ഉണ്ട് ഇതിന് ഭൂമിയെ ആവരണം ചെയ്യാൻ. അതിലെ സ്ട്രാറ്റോസ്ഫിയറിൽ ദൈവം വെച്ചൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ഒരു ക്യാമറ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയുടെ ആവരണത്തിൽ. ഇതൊരു ക്യാമറയാണ്. അതിന് ആധുനിക ശാസ്ത്രം കൊടുത്തിരിക്കുന്ന പേരാണ് CMBR, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലാണ് CMBR. അവിടുന്ന് പുറപ്പെടുന്ന രശ്മി ഈ ഭൂമിയിലെ ഈച്ച് ആൻഡ് എവറി ഓബ്ജക്റ്റിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്നതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് എ ക്യാമറ. മുഴുവനും അവിടെ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്നത് സെക്കൻഡ് വൈസ്, മിനിറ്റ് വൈസ്, അവർ വൈസ് തമ്പുരാന്റെ മുൻപിൽ സ്ക്രീൻ വന്ന പോലെ വെളിപ്പെട്ടു വരും. അതിനാണ് ആരെ വിളിക്കുന്നത്? സാറ് പേടിക്കൊന്നും വേണ്ട, ഞാനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്മ ചെയ്യുന്നെങ്കിൽ ലജ്ജിക്കണോ? വേണ്ട. തിന്മ ചെയ്തെങ്കിലേ ലജ്ജിക്കേണ്ടതുള്ളൂ. രഹസ്യമാണെങ്കിലും അത് അവിടെ റെക്കോർഡാ. എവിടെ? ആരും കാണുന്നില്ല, പക്ഷെ രഹസ്യമാണ്. പക്ഷെ എവിടെ റെക്കോർഡാണ്? CMBR റെക്കോർഡാ. ഞെട്ടണ്ട, ആരും ഞെട്ടണ്ട, ഉള്ളതാ. ഇതിനകത്ത് ആർക്കും, ഒരു മെത്രാനും, ഒരു അച്ഛനും, ഒരു പാസ്റ്റർക്കും, ഒരു പോപ്പിനും ഒഴിയാൻ പറ്റത്തില്ല. അവൻ ആകാശത്തെ വിളിക്കും. ആകാശം വന്ന് അങ്ങോട്ട് കുറഞ്ഞു കൊടുക്കും. സക്കറിയ ജോൺ, മാത്യു കെ ജാക്സൺ, തമ്പാൻ ഡി ജോർജ്, ഞങ്ങളുടെ 3 പേരുടെയും കാര്യം പറയാൻ നിങ്ങളെ വിട്ടേക്കാം. എന്നിട്ട് ഇങ്ങനെ അടിക്കും. അടിച്ചു കഴിയുമ്പോൾ മൽപ്പാനച്ചൻ പഠിപ്പിക്കാൻ പോയതെല്ലാം കൊച്ചമ്മ കൂടെ പോകാത്ത ചിലയിടത്തൊക്കെ പോയി പഠിപ്പിക്കുന്നുണ്ട്. ഇത് എന്നെ നോക്കുന്ന എന്നെ കുറിച്ച് കൊച്ചമ്മയെ കൂടെ കൊണ്ടുപോയിട്ടില്ല പഠിപ്പിക്കാൻ പോയോ? ഇല്ല. അതെല്ലാം എവിടെ ഉണ്ട്? എവിടെ? റിട്രീറ്റ് സെന്ററില്. അവിടെ എന്നാ പരിപാടിയൊന്നും പിള്ളേർ ചൊല്ലുന്നത് കേൾക്കണം. ഞങ്ങളുടെ ക്യാമ്പൊക്കെ അവിടെ ഒരിക്കൽ ഉണ്ടായിരുന്നു. നല്ല കേമായിട്ടല്ലേ പഠിപ്പിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് പിള്ളേർ ചൊല്ലുന്ന നോക്കി. അതെല്ലാം റെക്കോർഡ് ചെയ്യും. അതെല്ലാം ഡേറ്റ് വൈസ് വരും. ജൂലൈ മാസം 8-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി ഇന്നടത്ത് ഇത്ര മുതൽ ഇത്ര വരെ സമയം ഉണ്ടായിരുന്നു. ചുങ്കത്ര കോളേജിൽ തോമസ് മാത്യു ഇത്ര മുതൽ ഇത്ര വരെ പഠിപ്പിച്ചിരുന്നു. അത് ഇന്നടത്തൊക്കെ ചെയ്തിരുന്നു. കണക്ക് പഠിപ്പിച്ചപ്പോൾ ഇന്നയാളിനോട് ഇന്ന പോലെ ഇടുവാൻ. എല്ലാം സാറേ അവിടെ ഉണ്ട്. എവിടെ? നിങ്ങളുടെ വിചാരമുണ്ട് ഇനിയും കേൾക്കണ്ട, ഇതും കേട്ട കട്ടിയ കേൾക്കണ്ട, അങ്ങനെ വിചാരമുണ്ടോ? ഞാൻ പറയുന്നത് എന്തോതിനെ കുറിച്ച്? ന്യായവിധിയെ കുറിച്ച്. ന്യായവിധിക്കായിട്ട് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ന്യായവിധിക്ക് വേണ്ടി ദൈവം വിളിക്കുന്നതിനൊക്കെയാണ് ആകാശത്തെയും പിന്നെ ഭൂമിയെ വിളിക്കും. ഭൂമിയെ വിളിക്കുമെന്ന് പറഞ്ഞ അർത്ഥമില്ല. ഭൂമിയെ മറച്ച് ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യെരമ്യാവിന്റെ പുസ്തകം, യെരമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ അല്ലേ? 12 അല്ലേ? ഞാൻ കുറിച്ച് വെച്ച് നോക്കാതെ പറഞ്ഞ അടുത്തത്, എന്നെ വിട്ടു പോകുന്നവരെ ഞാൻ എവിടെ എഴുതി വെക്കും? മണ്ണിൽ എഴുതി വെക്കും. ആ മണ്ണിൽ എഴുതി വെക്കുമെന്ന വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് കല്ലെറിയാൻ വന്ന വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ചെറിയ സംഘത്തിന്റെ സെക്രട്ടറി എല്ലാം കൂടെ ഉരുളൻ കല്ലും കൊണ്ട് ഇരിക്കുക ഒരു കൊച്ചിനെ കല്ലെറിയാൻ. ഇടവ മിഷന്റെ സെക്രട്ടറി ഉണ്ട് കൂടെ, ഇടവ സെക്രട്ടറി പോയിസാറും ഉണ്ട്. ഉരുളൻ കല്ലും കൊണ്ട് നിൽക്കുക. കർത്താവ് എന്താണെന്നറിയാമോ? എഴുതിയെന്ന് വേണ്ട, മണ്ണിൽ തൊട്ടാ മതി. മണ്ണിൽ തൊട്ട് കഴിഞ്ഞപ്പം
പറയത്തുകാട്ടിലെ ശക്കറിയ, പറയത്തുകാട്ടിൽ ആനി. എന്റെ വീട്ടുകാരന് ചേരിപ്പറമ്പിലെ ഷൈനി, ആനഞ്ചേരിലെ തമ്പാൻഡി ജോൺ. ഉരുളങ്കൽ എന്തിയ കയ്യില് കൊച്ചമ്മേ? ഉരുളങ്കൽ എവിടെ പോയി? കിളക്ക് വാറയ്ക്ക് പോയോ? ആ ഉരുളങ്കല്ലെല്ലാം ഇട്ടേച്ച് അവന്മാര് തലം വിട്ട കൊച്ചു മാത്രമായിട്ട് നിൽപ്പുണ്ട്. അല്ല സൗമ്യ, ഞാൻ പേര് കൊടുക്കാം കൊച്ചിന്. സൗമ്യ ഇനി കൊച്ചേ, പിന്നെ ആരും ഇവൾ ഏത് കൊണ്ടാൻ വേണ്ടി ഒപ്പിച്ചോളാന്ന് കത്താൻ അറിയത്തില്ലേ? പക്ഷെ വല്ലതും പറഞ്ഞു വായി. എപ്പോഴും നമ്മുടെ കർത്താവ് ആരാന്നറിയുന്നു? ഹീസ് ഗിവിങ് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി, ഈ സെക്കൻഡ് ചാൻസ്. ഓൾവേസ് ഹി ഗിവ്സ് സെക്കൻഡ് ചാൻസ്. പോക ഇനിമേൽ എന്നെ വിട്ടുപോകുന്നവരെ ഞാൻ മണ്ണിൽ എഴുതി. ഓ, ഞങ്ങളിപ്പോ ആരും കാണാതെ പോലെ മുറിക്കകത്താ. ഓ, അവിടെ വരുന്നവരാരും കാണത്തൊന്നുമില്ല, ഞങ്ങൾ വീടിനകത്താണ്. ഹബക്കൂക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അറിയാമോ? അറിയാം. അതിനകത്തൊരു വാക്യം, ഞാൻ 11, 12 അല്ല 11. അതാ നമ്മുടെ വിഷയം. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും ഉത്തരം പറയുകയും ചെയ്യും. ഏത് സാറേ? ഇപ്പൊ മണ്ണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്സൈഡ് വേർഡാ. ഇതിനകത്ത് നിന്ന് നമ്മൾ കാണിക്കുന്ന കൊണ്ടാൻ വേണ്ടിയല്ല. ഇവിടെ ചുവർ രേഖപ്പെടുത്തും, പിന്നെ ഉത്തരം രേഖപ്പെടുത്തും. അയ്യോ, നമ്മുടെ ഈ കൊച്ചിന്റെ നോട്ടം കണ്ടോ? മച്ചായ ഇത്രയും വേണ്ടായിരുന്നു. എനിക്ക് കാല് വയ്യാതിരിക്കും, എന്നിട്ട് ഞാൻ വന്നതാ. എന്നെ ഇത്രയും ക്രൂശിക്കണ്ടായിരുന്നു. വീടിനകത്തിരുന്നുകൊണ്ട് കാണിക്കുന്നതും ചുവരും തുലാവും ഉത്തരം പറയും. ദൈവത്തിന്റെ വചനം ശക്തമായി ഭാഷയിൽ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആകാശത്തെ വിളിക്കും, ഭൂമിയെ വിളിക്കും. ഇനിയും ഈ ഭൂമി നമ്മുടെ ശബ്ദത്തിലാണ് മറുപടി പറയുന്നത്. ഭൂമിയെ വിളിക്കുമ്പോൾ ഭൂമിയെ ന്യായവിധിക്ക് വിളിക്കത്തില്ലേ? ഞങ്ങളുടെ 3 പേരുടെയും ശബ്ദത്തിലാണ് ഞങ്ങളുടെ കാര്യം വിളിച്ചു പറയുന്നത്. ഭൂമി അങ്ങനെ വല്ലതും ഉണ്ടോ എന്നാ സാറിൻ്റെ നോട്ടം? അങ്ങനെ ഉണ്ട്. എടുത്തു 29 യെശയ്യാപ്രവചനം 29:5. ആദ്യം തന്നെ പറഞ്ഞു വാക്യം വായിച്ച് നൂപ്പാട് വരുമെന്ന്. വായിച്ചു. ഇരുപത്തൊമ്പതാണോ? അത് തന്നെ സാറേ. 20 എത്രാം വാക്യം വായിച്ചപ്പോ? 4-ാം വാക്യം വായിച്ചോ. അപ്പോൾ നീ ഇതാണ് നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും. നിന്റെ ഒച്ച നിലത്ത് നിന്ന് വരും. പിന്നെ നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് അമ്മാമ്മയുടെ പറയല്ല, ചിലയ്ക്കും. ചിലപ്പം കുഞ്ഞു വെച്ചാൽ ചിലക്കാതിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടീച്ചറുണ്ടോ ഇവിടെ? ബാബു സാറിന്റെ ടീച്ചറുണ്ടോ ഇവിടെ? വേണ്ട, പറഞ്ഞിട്ടുണ്ടെന്ന് ഇതൊന്ന് ചിലക്കാതിരിക്കും. കൊച്ചമ്മ മിണ്ടാതിരിക്കുന്നതിൻ്റെ അച്ഛനങ്ങ് നല്ല മനുഷ്യനാ പറയുന്നത്. സെക്രട്ടറിയാണച്ചനും സോഫി കൊച്ചമ്മയോട് അങ്ങനെ പറയത്തില്ല. ഞങ്ങൾ ചിലക്കത്തില്ല, വർത്താനം പറയത്തില്ല. സാറേ കഴിക്കോലൊക്കെ എല്ലാം ഒന്നും മനസ്സിലായില്ല. ഇത് സാറിന് ഇത്രയും മനസ്സിലായി. ഭിത്തിയും കഴിക്കോലും വരെ ഇത് റെക്കോർഡ് ചെയ്യുന്നോണ്ട് സാർ ഒരു കൂട്ടായ്മ വന്നോണ്ട് അത്രയും മനസ്സിലാക്കുന്നത്. പിന്നല്ല. അപ്പൊ എവിടുന്നാ വരുന്നത്? എന്റെ ശബ്ദത്തിൽ കൃപാലയത്തിന്റെ മുറ്റത്ത് ശബ്ദം ഉണ്ടാവും. ഈ പള്ളി കഴിഞ്ഞേച്ച്
നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടല്ലോ, ഇന്നത്തെ അച്ഛൻ്റെ കുർബാന, നിങ്ങൾ വിചാരിക്കുന്ന ആരും കേൾക്കുന്നില്ലെന്ന്. അത് ഞങ്ങൾ വിചാരിക്കുന്ന സ്ലാബിന് അടിയിൽ നിന്ന് പൊങ്ങി വരും. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഇതുണ്ടല്ലോ, ഈ എന്തുവാ എന്റെ പേര്, ടൈൽസ്, ഇന്റർലോക്കിന് അടിയിൽ നിന്ന് പൊങ്ങി വരും. ചക്രയോണച്ചന്റെ കുർബാനയ്ക്ക് കുറ്റം പറഞ്ഞിട്ടുണ്ട്, നീണ്ടുപോയെന്ന് പറഞ്ഞാൽ നിനക്ക് മെളിന് കുറ്റം വരും. അതിനകത്തൂന്ന് കയറി വരും. നമ്മുടെ ജി കെ അങ്ങനെ പറഞ്ഞെന്ന്. അവൻ എൻ്റെ കസിന, അതുകൊണ്ട് അവനെ കൊണ്ട് പറഞ്ഞ അവനൊന്നും ഒരു വിഷമവും ഇല്ല. അവൻ വിഷമം ഉണ്ടെങ്കിൽ ഞാനങ്ങ് തുറന്നു തീർത്തോളാം. വേറെ വല്ലവരെയും പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, ഇവിടുന്ന് പോകണ്ടേ എനിക്ക്. മെളീന്ന് പൊങ്ങി വരും. പിന്നെ പൊടിയിൽ നിന്ന് ചലയ്ക്കുന്ന ഇതിങ്ങനൊക്കെ ഉണ്ടോ വേദപുസ്തകത്തിൽ സാറേ? ഇങ്ങനൊക്കെ ഉണ്ടോ? ഇപ്പൊ എന്നെ പഠിപ്പിക്കാം. അതുകൊണ്ടല്ലേ വായിച്ചത് വിഷയില്ലേ? നീ പറഞ്ഞതെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പമ്പാച്ചായൻ വന്നേച്ച് പോയി കഴിഞ്ഞ് നീ പറയത്തില്ലേ, അതെല്ലാം ഇവിടെ വിളിക്കുന്നതിന്റെ പേര് ചൊല്ലി വിളിക്കും. ഞാൻ അറിയിട്ടില്ലേ? ഇല്ലെങ്കിൽ പോട്ടെ, കാര്യം മനസ്സിലായല്ലോ, അത് മതി. ആ ഇരിക്കുന്ന പുള്ളി എനിക്ക് വലിയ പരിചയമില്ല. ഇവിടുത്തെ അമ്മാമ്മയുടെ ആങ്ങളുടെ മക്കള് ഞാൻ കാണാതിരിക്കുക, ഒളിഞ്ഞു മാറിയിരിക്കുക രണ്ടെണ്ണം, പ്രിൻസിയും കൊച്ചുമോളും, അയൽക്കാര്. കേട്ടോ ഞാൻ പറഞ്ഞോക്കെ? ഭൂമിയിൽ നിന്ന് ഇനി ഈ ന്യായവിധി ആരാ നടത്തുന്നത്? പഴയ നിയമത്തിന്റെ കോൺസെപ്റ്റിൽ അങ്ങനെ, പക്ഷെ യേശു അന്ന് തിരുത്തി. യേശു അന്ന് തിരുത്തി. എന്താ പറഞ്ഞു? എന്റെ കർത്താവേ, എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുള്ള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് ഇനിയും തുടങ്ങാൻ പ്രശ്നം. ഈ മാർത്തോമാ സഭയ്ക്ക് ന്യായവിധി വിശ്വാസം നിങ്ങൾ വിശ്വസിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ കാരണം? സാറേ ലോജിക്കായിട്ട് മറുപടി അല്ല, ലോജിക്കായിട്ട് മറുപടി പറ. ലോജിക്കായിട്ട് മറുപടി പറ. ഇതൊരു ലോജിക്കാണ്. ഇല്ല ഞാൻ പറയും എടാ, ഇതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. മാർത്തോമാ സഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഇതുണ്ടോ? അച്ഛൻ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ലയോ? ഒരു പറയട്ടെ, ഇത്രയും ഞാൻ ചോദിച്ചാലും അറിയത്തില്ലയോ? എന്നാ മാർത്തോമാ സഭയല്ലേ നമ്മള്? അത് പറഞ്ഞു. ഞാൻ എന്റെ സഭയുടെ കാര്യം വെരിക്കുട്ടി ആ വിശ്വാസ പ്രമാണത്തിലെ വാക്യം അറിയാവോ? എന്തുണ്ട്? ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടല്ല, തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നതുമായ യേശു മശിഹായിൽ ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് വിഷയം ചോദിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ സഭയ്ക്കകത്ത് വിശ്വാസമുണ്ട്. എന്ത്? ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഇനിയും വരുവാനിരിക്കുന്നതിനുമായ യേശു മശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആരാ ന്യായം വിധിക്കുന്നത്? യേശു ക്രിസ്തു. തെളിവെന്താ? ഇതിപ്പം വേറെ ആരും കൊടുത്തല്ല, പൗലോസ്ലീഹ കൊടുത്തതൊന്നല്ല. ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഹി റിവീൽഡ് ഇറ്റ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ഓ 23-ഓ ആണ്. 22-ആണെന്ന് എനിക്ക് തോന്നുന്നത്. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് വായിച്ചു കേൾപ്പീര്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ പുത്രനായ ക്രിസ്തു ലോകത്തിൽ ജഡം ധരിച്ച് അവതരിച്ചത് ന്യായം വിധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ പുത്രനോടുള്ള ബന്ധത്തിലാണ് സഭയുടെ ന്യായവിധി.
പുത്രനിലൂടെ വെളിപ്പെട്ട ദൈവവും ദൈവത്വവും ദൈവകൃപയും എല്ലാം നമുക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ തന്നിട്ട് അതിനോട് നാം പ്രതികരിക്കുന്നതാണ് നമ്മുടെ ന്യായവിധിയുടെ മാനദണ്ഡം. മനസ്സിലായോ? പുത്രനിലൂടെ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തപ്പെട്ടതിനോടുള്ള നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ പോസിറ്റീവ് റെസ്പോൺസ്, അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ന്യായവിധിയുടെ മാനദണ്ഡം. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ, ന്യായവിധി എല്ലാം പിതാവ് ഒരിക്കലും ന്യായം വിധിച്ചു, പല പ്രാവശ്യം ന്യായം വിധിച്ചതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അല്ല, നമുക്ക് ഈ ഒരു സംഘമായിട്ട് പുറപ്പെട്ട് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ച ഒരു ഫാമിലി ആയിരുന്നല്ലോ മോശയുടെ ഫാമിലി. മോശെ, അഹരോനും പിന്നെ ആരുണ്ട് കൂടെ? മിറിയാം. അവർ 3 പേര്, ആങ്ങളമാരും പെങ്ങളും. ഒരു ദിവസം അവരുടെ ഹൃദയത്തിനകത്തൊരു ദുരാലോചന കിട്ടി. എന്തോ ഒരു ദുരാലോചന? അപ്പോൾ പിന്നെ ദൈവം മുഖാന്തരം മാത്രമേ ഞങ്ങൾ മോശക്കാരാണ്. ഏത് ഈ മറിയാമ്മ ആരാന്നറിയാമോ? മിറിയം. ഇപ്പം അതുകൊണ്ടായിരിക്കും ചിലരിപ്പോൾ മറിയാമ്മ എന്നുള്ള പേരൊക്കെ മാറ്റി മിറിയമാക്കി. ചെങ്കലിൽ കിടന്നപ്പോൾ ഡാൻസ് കൊടുത്ത ആളാര്? ഈ മിറിയ. ഇത് നല്ല രസമാണ്. സംഖ്യാപുസ്തകത്തിനകത്ത് നമ്മളിത് വായിക്കുന്നേ. ഇവര് സ്ലാൻഡറിങ് നടത്തി. ആരാ? ആങ്ങളെയും പെങ്ങളും കൂടെ. ആർക്കെതിരെ? അവിടെ ഒരു വാക്കുണ്ട്. ആര് ഓർക്കും? ആ ബാക്കി ഓർക്കുന്നവർക്ക് എക്സ്ട്രാ സമ്മാനം. ആ വാക്ക് മാത്രം. അല്ല ഞാൻ പറഞ്ഞു. ആ കോണ്ടെക്സ്റ്റിൽ ഒരു പർട്ടിക്കുലർ വേർഡുണ്ട്. അതൊക്കെ അതല്ല. ആ പർട്ടിക്കുലർ ഈവന്റുമായി ബന്ധപ്പെട്ട ഒരു 2 വാക്കുകൾ ചേർന്ന ഒരു വാചകം. 2 അല്ല 3 വാക്ക്. യഹോവ അത് കേട്ടു. നമ്മളാരും വായിച്ചിട്ടുണ്ട്. യഹോവ അത് കേട്ടു. ഏത്? ആർക്കെതിരെ പറഞ്ഞത്? സൂക്ഷിച്ചോണം, അച്ഛന്മാർക്കും. നീ എന്താ ചിരിക്കുന്നത്? അച്ഛന്മാർക്കും തിരുമേനിമാർക്കും എതിരായി ബേലിസാർ വല്ലോ പറഞ്ഞ ആര് കേൾക്കും? യഹോവ കേൾക്കുന്നു. അവർ വല്ലതും കേൾക്കും. യഹോവ കേട്ടു. എന്നിട്ട് ആരാ കുറ്റം വിധിച്ച്? എന്താ പറഞ്ഞു? ഇവിടെ ഒരു വലിയ സത്യം ഈ അച്ഛന്മാരോട് ഇരിക്കുന്ന സത്യം പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി സന്തോഷമായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനകൂടത്തിന് വരാൻ പറഞ്ഞു. ആര്? മോശെ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട്, അതാ സുശീല പറഞ്ഞേ, അവിടെ നിന്നുകൊണ്ട് ദൈവം മോശയെ പറ്റി ഡിക്ലെയർ ചെയ്യുന്നുണ്ട് പരസ്യമായിട്ട്. ഭൂലോകത്തിൽ ഇതുപോലെ സൗമ്യനായ ഒരുത്തനില്ല, തന്റെ ഗ്രഹത്തിലെല്ലാം വിശ്വസ്തനാ. എന്നിരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി എങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ? എന്താ സംഭവിച്ചു? 2 പേരും ഒരേ തെറ്റ് ചെയ്തു. അഹരോനും മിറിയാമും. ആർക്ക് എന്താ സംഭവിച്ചു? അപ്പോ അഹരോൻ എന്താ പറ്റാഞ്ഞ്? അച്ഛന്മാരുടെ മഹത്വമായി പറയാൻ പോകുന്നു. പക്ഷെ അതുകൊണ്ട് വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. അവിടെ തന്നെ നമ്മളൊരു കാര്യം പഠിപ്പിക്കണം. ഈ ഒരിക്കൽ അഭിഷേകം ദൈവം ചെയ്തതാണ്. ആരെ? അഹരോനെ. ഞാൻ അച്ഛന്മാർ അത് ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചു. ഉടനെ അങ്ങോട്ടങ്ങ് നോക്കുകയാണ്. ഉദാഹരണം
അച്ഛന്മാരോട് ഇത്രയും പ്രേമമുള്ള ഒരു സഹോദരി നമ്മുടെ ഇടവയിലില്ല. അടുത്തായോണ്ടായിരിക്കും അത് കൊടുത്തു. പച്ചമാങ്ങ കൊണ്ട് കൊടുക്കണം. നല്ല പച്ചമാങ്ങ അവിടുത്തെ എനിക്കും തരും. മിറിയാം ധാരാളം കുഷ്ഠരോഗിയായിട്ട്, പക്ഷേ അഹരോന് എന്തുകൊണ്ട് അഭിഷേകം ആര് കൊടുത്തതാണ്? സ്വർഗം കൊടുത്ത ആ അഭിഷേകമാണ്, അല്ലാതെ വ്യക്തിയുടെ മഹത്വമൊന്നുമല്ല. ആ അഭിഷേകം തലയിൽ ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് തന്നെ ദൈവത്തിന്റെ വാക്കിന് അഗൻസ്റ്റ് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വാഗ്ദത്തത്തിനെതിരെ ദൈവം ഒരിക്കലും പോകുകയില്ല. He cannot break his promise himself. അത്രേ നിങ്ങൾ അറിഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? പക്ഷേ അവരോട് ചോദിക്കേണ്ടത് ആര് ചോദിച്ചോളും? സ്വർഗം ചോദിച്ചു. ഇൻ ഡിഫറെന്റ് വേസ് ദൈവം ചോദിച്ചു. നമ്മളാരും ഈ ആരും അതിനർഹരല്ല, ആരും കളിക്കുകയും വേണ്ട. അതന്നെ, അത് മോശ കനാന്തരത്ത് പറഞ്ഞ കാര്യം തന്നെ. സാറ് തന്നെ പറ. ഇനി ഞാൻ പ്രസംഗം അവിടെ നിർത്താം. അത് തന്നെ പറയാം. ഒരിക്കൽ ഞാൻ പറഞ്ഞതാ, ഞാൻ അത്രത്തോളം വളർന്നിട്ടില്ല. ഈ ബെയിൽ സാറിനോളം അച്ഛാ ഒരു ഡബിൾ ഡോക്ടറേറ്റ് കൊടുക്കണം. എനിക്ക് ദൈവത്തെ വിധിക്കാനൊന്നും അവകാശമില്ല. പക്ഷേ ഞാൻ അതിന്റെ ഒരു ലഘു വിശദീകരണം നൽകിത്തരാം. ദൈവത്തെ മുഖാമുഖമായി കാണുകയും ഏറ്റവും അടുത്ത് ദൈവത്തെ അറിയുകയും ചെയ്ത മോശയെ പോലെ ഒരാൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത്ര അറിഞ്ഞപ്പോൾ ദൈവം മോശയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മെരീബ വെള്ളത്തിലെ സംഭവം അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. അതാ ഒറ്റ കാരണമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മോശയെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല ദൈവത്തിന്. എന്തും മാത്രം അത് വലിയ അങ്ങനെ സാറേ അങ്ങോട്ട് കടക്കാൻ വലിയ ബുദ്ധിമുട്ടാ. നമ്മൾ വിചാരിക്കുന്ന അങ്ങ് ഉരുണ്ടി അങ്ങ് കയറാമെന്ന. ഇത്രയും വിശ്വസ്തനും ഇത്രയും വിശുദ്ധനും ഇത്രയും സൗമ്യനുമായ ഒരുത്തൻ മെരീബയിലെ കലഹജലത്തിങ്കൽ എന്നെ ശുദ്ധീകരിച്ചില്ല. അവിടെ നിന്നുകൊണ്ട് ദൈവം പറഞ്ഞത് അനുസരണക്കേട് കാണിച്ചു. വിശ്വസിക്കുന്നതിന്റെ പരമമായ വെളിപ്പാട് അനുസരണമാണ്. അതിന്റെ ഒരു പ്രസംഗ വിഷയമാണ്. വിശ്വസിക്കുക, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. ദൈവം പറഞ്ഞത് പാറയോട് കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ, അടിക്കാൻ പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. മത്സരികളെ എന്ന് വിളിച്ച് ദേഷ്യപ്പെട്ട അടിച്ചത്. നിങ്ങൾ എത്രത്തോളം ചോദിച്ചോണ്ട് സ്വർഗം ഇത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ ആരും കാണത്തൊന്നുമില്ലെന്ന്. പക്ഷെ അപ്പോഴും ദൈവം തന്റെ വാക്ക് പാലിച്ചു. കൽപ്പിക്കാൻ പറഞ്ഞിട്ട് മോശ എന്ത് ചെയ്തു? അടിച്ചു. അടിച്ചിട്ടും ദൈവം വെള്ളം കൊടുത്തോ? ദാറ്റ് ഈസ് ഗോഡ്. അതൊക്കെ ഒത്തിരി ദൈവശാസ്ത്ര ചിന്ത അതിനകത്തുണ്ട്. ഞാൻ ദൈവശാസ്ത്രം ഒന്നും ഇവിടെ വിളമ്പാൻ പോകുന്നില്ല. ഇതിനെന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ 3 പേര് കണ്ണടച്ചെന്നെ കാണിച്ചു. നിർത്തിക്കോളാം. പിന്നെ 5 വാക്കുകൂടെ എടുത്ത് ഞാൻ വേഗം പറഞ്ഞ് അവസാനിക്കും. ഇനിയും ഈ ന്യായവിധി ആർക്ക് കൊടുത്തതാ? പുത്രന് കൊടുത്തു. ഈ പുത്രൻ കൊടുത്തപ്പോൾ ആ ന്യായവിധിയെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളുടെ ഒരു വാക്യമാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു കണ്ടെത്തലുണ്ട്. അഥേനയിലെ പ്രസംഗത്തോട് ബന്ധപ്പെട്ട കാര്യം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വർഷം. ആക്ട് 17:31. മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോ ന്യായവിധിയുണ്ട്. ന്യായം ആകാശത്തെയും ഭൂമിയും വിളിക്കുന്നു. ന്യായം വിധിക്കാനായിട്ട് ഇപ്പൊ പറഞ്ഞു ഒരു പുരുഷനെ നിയമിച്ചു. ആരാണ് ഈ പുരുഷൻ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അല്ലേ? യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നമ്മൾ വായിച്ചു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം ആർക്ക് കൊടുത്തിരിക്കുന്നു? പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ന്യായകർത്താവ് ആരാണ്? പുത്രനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനി ഒരു ദിവസം താൻ നിയമിച്ചിട്ടുണ്ട്. ന്യായം വിധിക്കാൻ ഒരു ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. അതാർക്കും അറിയത്തില്ല. കർത്താവിനോട് ചോദിച്ചപ്പോഴും കർത്താവ് പറഞ്ഞു, പിതാവല്ലാതെ പുത്രൻ പോലും ആ കാര്യം അറിയുന്നു. ഒരു ന്യായവിധിയുണ്ട്. അതിനൊരു ദിവസം ദൈവം
നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച ദിവസത്തിൽ അതിനുവേണ്ടി ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തിരിക്കും ഈ ലോകത്തിൽ. ഇനിയും ന്യായവിധിക്കൊരു മാനദണ്ഡമുണ്ട്. എന്താണ് മാനദണ്ഡം? 2 കൊരിന്ത്യർ 5:10 എല്ലാവർക്കും അറിയാവുന്ന വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും തക്കവണ്ണം പ്രാപിക്കാൻ ന്യായത്തിന് മുമ്പാകെ നിൽക്കേണ്ടതല്ലേ? എന്റെ പുസ്തകത്തിലില്ല. ഇല്ലാത്ത വാക്കാൻ നിങ്ങൾ ആര് പറഞ്ഞു? ഞാന്നല്ല പണ്ട് അമ്മച്ചി ചെയ്തതും ഏത് തുടരുത്. ദൈവം അങ്ങനെ പറഞ്ഞു തുടരുതെന്ന്. ദൈവം പറഞ്ഞില്ല. അതായത് കുഴപ്പമൊക്കെ ഉണ്ടാകുന്നത്. കയ്യിൽ നിടണ്ട. ഷാർലിക്ക് മനസ്സിലായോ? കയ്യിൽ നിടണ്ട. അതില്ല. വെളിപ്പെടേണ്ടതാകുന്നു. ന്യായത്തിന് മുമ്പാകെ എന്ന് പറഞ്ഞ തന്നെ ഈ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അറിഞ്ഞിരിക്കുവാണേ. ആര്? നാം എവിടെ? കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവന്റെ സിംഹാസനത്തിന് മുൻപാകെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ ന്യായവിധിയിൽ ഈ മുഖപക്ഷമില്ല എന്നൊക്കെയുള്ള ഒത്തിരി ഞാൻ റെഫറൻസ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ 11:30 പ്രശ്നം നിർത്തും. 11:30 പോകണമെങ്കിൽ അയ്യോ ഒരാശ്വാസം കണ്ട ഒരാട് കുറച്ച് കേട്ടാൽ മതിയല്ലോ. നീ അടി വെട്ടിയുള്ളു കേട്ടോ, അടി തുടങ്ങിയില്ല വിഷയത്തെ കുറിച്ച്. വെളിപ്പാട് ദിവസത്തിനൊക്കെ കിടപ്പുണ്ട്. ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടല്ല പറയുന്നത്, നമ്മളെല്ലാവരും കൂടെ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. എന്നെ കൂടെ ചേർത്താ. നിങ്ങൾ ആരും വിചാരിക്കുന്നത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്നെ എക്സ്ക്ലൂഡ് ചെയ്താ പ്രസംഗിക്കുന്നത്. ഞാൻ അതുകൊണ്ട് നാം എന്നുള്ള ആരും പറയുന്നു, എന്നെ കൂടെ ചേർത്തിട്ടാണ്. ഇതെല്ലാം എനിക്കും ബാധകമാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. അല്ലാതെ നിങ്ങളെ മാത്രം ഞാൻ കുറ്റം പറയല്ല. ആരും അങ്ങനെ വിചാരിക്കരുത്. തിരിച്ചു ചോദിക്കരുത് അങ്ങനെ ഞാൻ മുക്തി അല്ലല്ല. ഞാനും നിങ്ങളെ പോലുള്ള ആളാ. എന്നെ കൂടെ ഇൻക്ലൂസീവ്, സെൽഫ് ഇൻക്ലൂസീവാണ്. മൈ ടോക്സ് ഓൾവേസ് സെൽഫ് ഇൻക്ലൂസീവാണ്, നോട്ട് എക്സ്ക്ലൂസീവ്. ഐ എം ഇൻക്ലൂഡഡ് ഇൻ ദിസ് സർമൺ. ഞാൻ എന്നെ തന്നെ എന്നോട് തന്നെ പ്രസംഗിക്കുന്ന. പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധിയുണ്ട്, സംശയമില്ല. ആ ന്യായവിധിയിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ന്യായവിധി രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. സങ്കീർത്തനത്തിൽ ഒരു വാക്യം പറഞ്ഞു നിർത്തിക്കോളാം. ആരും ഓർക്കുന്നില്ല, ആർക്കും സമ്മാനമില്ല. ജോർജ് ഉരുളയ്ക്ക് മാത്രമേ സമ്മാനമുള്ളൂ. 2-ാം സങ്കീർത്തനം, സുശീല 2-ാം സങ്കീർത്തനം 12-ാം വാക്യം ഓർക്കുന്നില്ല. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകും. എനിക്ക് വേണ്ട ഒരു ചേതക്കുണ്ടായിരുന്നു. അച്ഛനും ഉപ്പുണ്ട്, അതിനിപ്പുണ്ട് അവിടെ ഇല്ലേ? അതിന്റെ സ്വാഗതം അറിയാമല്ലോ. ചരിച്ച് കേട്ടി സാറിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സാറ് വലിയ പുള്ളിയല്ലേ, ഓഫീസറല്ലേ, സാറിന് അതിൻ്റെ ഒന്നും ആവശ്യം. അയ്യോ, എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്കൂട്ടർ ചേതക്കായിരുന്നു. അയ്യോ, സാറും അതല്ലായിരുന്നു നേരത്തെ? ഇല്ലായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് ചരിച്ച് കെട്ടത്തി ഒരു കിക്ക് കൊടുത്ത് അന്നേരം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് പൊക്കോളും. ഒരു ലോറിക്കകത്തുള്ള സാധനം കൊണ്ടുവരും അതിനകത്ത്, ഈ ചേതക്കിനകത്ത്. ഫ്രണ്ടിൽ ഒരെണ്ണമുണ്ട്, പിന്നെ സൈഡിൽ ഒരെണ്ണമുണ്ട്, ഇപ്പുറത്തൊരെണ്ണമുണ്ട്, അല്ല ബാറ്ററിയുടെ സ്വിച്ച് ഉള്ളിടത്ത് ഒരെണ്ണമുണ്ട്. എന്തുമാത്രം സാധനം അന്നേരം ലഗേജ് കിട്ടിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ന്യായവിധി. ഇത് ഞാൻ ഇന്ന് ഉറക്കം വരാതിരിക്കാൻ അല്പം ഹരിതമൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. സീരിയസ്നെസ് മറക്കരുത്. ഒരു ന്യായവിധി നമുക്ക് ഉണ്ട്. ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും യേശു കർത്താവിനെ പേഴ്സണലി ചുംബിക്കാത്തെന്ന് പറഞ്ഞാൽ യേശുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാം. ഹൃദയം കൊണ്ട് വിശ്വസിക്കാത്ത, അധരം കൊണ്ട് ഏറ്റുപറയാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ദിസ് ഈസ് ദി ബെസ്റ്റ് ആൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. അവസരം തരുന്നത് ദൈവമാണ്. ഡിസിഷൻ അപ് ടു യു. തീരുമാനം എടുക്കുന്നത്. ആരും ലജ്ജിക്കേണ്ടതൊന്നുമില്ല. ആ രക്ഷയുടെ അനുഭവത്തിൽ പ്രവേശിച്ചില്ല എങ്കിൽ ന്യായവിധിയിൽ നമ്മൾ ഒഴിവുള്ളവരല്ല.
ന്യായവിധിന് വഴി ഉണ്ടെങ്കിൽ ഒരു വാക്യം കൂടെ റോമാലേഖനം 8-1 വാക്യം നോക്കരുത്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, ഞാൻ ക്രിസ്തുയേശുവിലുള്ളതിനാൽ എനിക്ക് ശിക്ഷാവില്ല? കരങ്ങൾ ഉയർത്തിയാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതാണ് ഹല്ലേലൂയ. ശാപ്പാടുണ്ട് കേട്ടോ, ഇച്ചിരി ഉറക്കം ഹല്ലേലൂയ പറ. ഹല്ലേലൂയ ഒന്നും കഴിക്കണ്ടേ? എല്ലോ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എത്ര സന്തോഷമല്ലേ പ്രിയനോടൊത്ത് മുഖാമുഖമായി പ്രിയനെ കണ്ടുകൊണ്ട് യുഗായുഗം വാഴുന്ന സുന്ദരമായിരിക്കുന്ന ഒരു അനുഭവം. എന്തോ അവിടെ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുന്നേ, അവിടെ കഷ്ടമില്ല, തുമ്പമില്ല, ദുഃഖമില്ല, ദൂതരിൽ പട്ടിണി. പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ പാട്ട്. തുമ്പമില്ല, ദുഃഖമില്ല, ദൂതരിൻ പട്ടണത്തിൽ ചന്ദ്രനുമില്ല, സൂര്യനുമില്ല, യേശുവ ജീവൊളി. ആ ചന്ദ്രനുമില്ല, സൂര്യനുമില്ല, യേശുവ ജീവൊളി. 76 പഠിച്ച 50 കൊല്ലം. ചന്ദ്രനുമില്ല, സൂര്യനുമില്ല, കൂടെ സിംഹാസനത്തിരിക്കുന്നതിന് അവർക്ക് വെളിച്ചമായിരിക്കും. ഒരു സന്തോഷമാണ് അല്ലേ? ആ ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതയാത്ര തുടരാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൈകളിൽ ഒരിക്കൽ കൂടെ ഈ കൊച്ചു ജീവിതത്തിൻ്റെ ശിഷ്ടയായുസ് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കുന്ന ഇടത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ചേർന്ന് പഴയ പാട്ടിൻ്റെ ഗീതം ചേർന്ന് പാടാം. ഹല്ലേലൂയ. സമർപ്പണമായിട്ട് സന്തോഷമായിട്ട് ഒരു സമർപ്പണത്തിൻ്റെ നിദർശനമായി ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പാടാം. മോറ്റോം ഞാൻ കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലത്തിനായി സ്തോത്രം. പലയിടങ്ങളിലായിരുന്നു ഞങ്ങളെ ഈ പ്രിയപ്പെട്ട ഭവനത്തിലേക്ക് കൂട്ടിവരുത്തിയല്ലോ. ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൂതനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണല്ലോ. കർത്താവേ, സൂര്യനിൽ നിറഞ്ഞിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ, സൂര്യൻ്റെ താഴ്വരകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ നീ ഞങ്ങൾക്ക് പ്രകാശമായി, നീ ഞങ്ങൾക്ക് വഴിവിളക്കായി, ഞങ്ങളെ നയിക്കുവാൻ ഇമ്മാനുവേലായി ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യും. പ്രിയപ്പെട്ട കർത്താവേ, നീ വീണ്ടും വരുമെന്ന് ഉറപ്പായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ മഹാപ്രഭാവത്തോടെ നീ വരുന്നതായ ഒരു ദിവസം, ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, മറ്റുള്ളവരെ ഒരുക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ന്യായം വിധിക്കുവാനായിട്ട് വരുന്ന നാളിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്സിൻ്റെ വില തിരിച്ചറിഞ്ഞ് പകലുള്ളിടത്തോളം നിനക്ക് വേണ്ടി ഓടുവാൻ, നിന്റെ തിരുവിഷ്ടം പ്രായോഗികമാക്കുവാൻ, പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ ചെയ്യണമേ. പ്രിയ കർത്താവേ, വേർപാടിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന ഈ ഭവനത്തെ അവിടുത്തെ സന്നിധിയിൽ ഓർക്കുന്നു, സമർപ്പിക്കുന്നു. ദീർഘമായ ഒരു ആയുസ് ജീവിക്കുവാൻ നൽകിയ പ്രിയ മാതാവ് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നുണ്ട്.
കർത്താവ് ഇതിൻ്റെ മകളെ കാണുന്നതിന്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന്, ഒരുമിച്ച് സ്നേഹബന്ധങ്ങൾ പുതുക്കുന്നതിനൊക്കെ ധാരാളം അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകി. തക്ക സമയമായപ്പോൾ പ്രിയ മകളെ വിളിച്ചു നിത്യസ്വസ്ഥതയിലേക്ക് ചേർത്തിരിക്കുന്നു. അവൾ നിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങളെ ഓർപ്പിച്ചിരുന്നു. കർത്താവേ, എന്നാൽ നീ വെളിപ്പെടുന്ന സമയത്ത് നിന്റെ ദാസിയും അവിടെ പ്രത്യക്ഷപ്പെടും എന്നുള്ള ഏറിയ ധൈര്യം, വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ വന്ന് കാണപ്പെടുവാൻ തക്കൊണ്ട് ഇടയാക്കി തീർക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങേ എതിരേൽപ്പാൻ, അവിടുത്തെ പ്രമോദങ്ങളിലേക്ക് പ്രവേശിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന ഇമ്പമേറിയ ശബ്ദം കേട്ടുകൊണ്ട് നിന്നിൽ ആയിത്തീരുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ ചെയ്യണം. അത് മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാകരുതേ ഞങ്ങളുടെ അനുദിന ജീവിതം എന്ന് ഞങ്ങളെ വീണ്ടും ഓർപ്പിച്ചല്ലോ. കർത്താവേ, തിരുവചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് വായിക്കുന്നതിന്, ധ്യാനിക്കുന്നതിന്, അത് ഞങ്ങളോട് സംസാരിക്കുന്നതിനും ശ്രമിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, വന്നുചേർന്ന് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. വചനം സംസാരിച്ചിരുന്ന ദാസനെ കുടുംബമായി സമർപ്പിക്കുന്നു. ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് അതിന്മേൽ പരിവർത്തിക്കണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനിയായി വിളഞ്ഞ ഫലം കൊടുക്കുവാൻ മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യണം. യേശു തമ്പുരാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ.